ഓക്കെ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസിയുബൈദ്. ഇന്ന് നമ്മൾ ഫ്രണ്ട്സുകളെല്ലാവരും കൂടി ഒന്ന് ബീച്ചിൽ പോകുക എന്നുള്ളൊരു തീരുമാനത്തിലുണ്ടായിരുന്നു. ബീച്ചിൽ പോയി നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടാന്നുള്ളതിലായിരുന്നു. അപ്പോൾ ഞാനിവിടെ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നതിന് നെസ്സി നബീല അവിടുന്ന് പത്തിരി ഉണ്ടാക്കി, ഫൗമി ചായ, പൊറോട്ട വാങ്ങിയിട്ടാ ചായ, പിന്നെ ഫൗമി ഉണ്ടാക്കി, അടിപൊളി ചായയായിരുന്നു. പിന്നെ ജാഫറാണ് സലാഡ് ഉണ്ടാക്കിയത്. ജാഫർ പിന്നെ എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, സലാഡിൻ്റെ ഉസ്താദാണ് ജാഫർ. സലാഡ്, ബിരിയാണി, മന്തിൻ്റെ ഒക്കെ. അപ്പോൾ ജാഫറാണ് സലാഡ് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മളിത് വൈകുന്നേരം തന്നെ ഇതൊക്കെ റെഡിയാക്കി ഞങ്ങൾ പിന്നെ ഇശാനിസ്കാരം കഴിഞ്ഞിട്ട് പോകാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു. ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും കൂടി ഇശാനിസ്കാരം കഴിഞ്ഞിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് കുറച്ച് നേരം അവിടെ സംസാരിച്ചിരിക്കാമല്ലോ. അപ്പോൾ അതവിടെ എൻ്റെ ബീഫ് കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി, മാഷാല്ലാ, സൂപ്പർ, നല്ല പള്ളിക്കറി. എല്ലാവരും പറഞ്ഞു നല്ല പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന ബീഫ് കറി പോലെ ഉണ്ടായിരുന്നു എന്നിട്ട് മാഷാല്ലാ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം തന്നെ കറിയൊക്കെ സെറ്റാക്കി ഇട്ടുണ്ടായിരുന്നു. മഗ്‌രിബിൻ്റെ മുന്നേ തന്നെ കറിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതാ നെസ്സിൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഈ ഭാഗത്ത് കൂടെ നമ്മൾ ബീച്ചിലേക്ക് പോകുക. അപ്പോൾ ഫൗമി അപ്പുറത്ത് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫൗമി പറഞ്ഞ് ജെറുബേബിനെയും കൂട്ടിയിട്ട് അവരെ വീടിൻ്റെ ആ ഭാഗത്ത്, ഞങ്ങൾ ബീച്ചിൽ പോകുന്ന ഭാഗത്ത് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോളാം. ഞങ്ങള് കടലേക്ക് പോയിട്ട് അവര് ഹായ് പറഞ്ഞേ. ഹായ്. അപ്പൊ ഇന്ന് ഞങ്ങള് ഫ്രണ്ട്സുകളെല്ലാരും കൂടി ഇൻട്രോ ആണ് കേട്ടാ. പിന്നെ ഇന്ന് ബീച്ചിലാണ് കൂടുന്നത്, ഡിന്നറ്. അപ്പോൾ അവിടെ പോയിട്ട് വെളിച്ചൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി വീഡിയോ ഒക്കെ കൊടുക്കുക ഇൻഷാ അല്ലാ. പോവാ നബീല, വാ ബീച്ചില് സെറ്റ്. നെസ്സി കയ്യില് റിസമോൾക്ക് കളിക്കാനുള്ളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ബീച്ചിൽ പോയിട്ട് കാണാം. വീടുന്ന ലൈറ്റ് ഒക്കെ ഉണ്ടായാൽ മതിയായിരുന്നില്ലേ. പറയേ, എന്റെ റിസമോള് പറഞ്ഞ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യും. ഇന്നെ അത് ഓർമ്മയാക്കി തരുന്നു. ഞാൻ ഇപ്പൊ വീണേന്ന് പറ. ലൈക്ക് അടിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാരും ചെയ്യണമെന്ന് പറയും. അല്ലാതെ ചെയ്യണേ. പോയാരം ഇത് രാത്രി ആയതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഫൗമി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുൾ സെറ്റപ്പോട് കൂടിയാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കറി, പത്തിരി, പൊറോട്ട, ചായ അതൊന്നും നമ്മൾ കൊണ്ടുവരില്ല. അതൊക്കെ ഇക്കയും ഇവരെല്ലാവരും ഷോപ്പ് അടച്ച് വരുമ്പോൾ അവരെല്ലാവരും കൂടി കൊണ്ടുവരാമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സ്, പിന്നെ കുറച്ച് നമ്മളെ ആ കുഴലുണ്ടല്ലോ, വിരലും വിട്ട് കഴിക്കണ, അതൊക്കെ നെസ്സി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവള് എന്തൊക്കെ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്നാക്സ് ഐറ്റംസുകളൊക്കെ ഫൗമി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജ്യൂസ്, വെള്ളം അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റിസമോൾക്ക് കളിക്കാനുള്ളതൊക്കെയാണ് നെസ്സിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇവളെ നബിലാൻ്റെ അടുത്താണ് നമ്മൾക്ക് അവിടെ എന്തെങ്കിലും ഇരുന്ന് ഇങ്ങനെ കുറിക്കാമല്ലോ. അപ്പോൾ അതിനുള്ളതൊക്കെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് നടക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ലൈറ്റ് കാണുന്ന നല്ല ക്ലിയറും ലൈറ്റും ഒക്കെ ഉള്ള ഭാഗങ്ങളിൽ നോക്കിയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട് കേട്ടോ. എപ്പോൾ ബീച്ചിൽ പോകുകയാണെങ്കിലും. ഇപ്പോൾ നമ്മൾ ഈ പോണ ഏരിയ ഫുള്ള് അറബികളുടെ വീടാണ്, ഫുള്ള് അറബ്സിൻ്റെ വീടാണ് ഇവിടെ ഉള്ളത് ഫുള്ള്. അപ്പോൾ ഈ ഒരു ഏരിയ അതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നല്ലൊരു വെളിച്ചം കണ്ടപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളതിൽ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നിന്നതായിരുന്നു. പിന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അത്യാവശ്യം ചെറുതായിട്ടൊരു തണുപ്പുണ്ടായിരുന്നു, ചൂടൊന്നുമില്ലെന്ന്. ഇപ്പോൾ ഇവിടെ ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ബീച്ചിൽ പോയപ്പോൾ പിന്നെ നല്ല തണുത്ത കാറ്റും നല്ല തണുപ്പും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇരിക്കാനുള്ള ഫുൾ സെറ്റപ്പോടുകൂടി അവിടെ ഇരിക്കുക, കിടക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ പായ ഒക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ബീച്ചിൽ പോയിട്ട് അവിടെ നല്ല മണലാണല്ലോ. അപ്പോൾ അവിടെ ബീച്ചിട്ട് നമ്മൾക്ക് അങ്ങനെ ഇരിക്കുക, കിടക്കുകയൊക്കെ ചെയ്യാമെന്ന് തന്നെ. ഇപ്പോൾ ഇതാ ഞങ്ങളവിടെ ബീച്ചിലെത്തിയിട്ടുണ്ട്. നല്ല പായൊക്കെ വിരിച്ച് സെറ്റപ്പായിട്ട് ഇതാ ഓരോന്ന് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പലതും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഫൗമി ജ്യൂസൊക്കെ കൊണ്ടുവന്നിന്ന് റിസമോൾക്കും ജെറുബേബിക്കും ഒക്കെ ഇങ്ങനെ കഴിക്കാൻ. ഇപ്പോൾ അതാ പിന്നെ പ്രിങ്കിൾസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ച്. പിന്നെ കുഴല്, ലൈസ് അങ്ങനെയുള്ള ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരു 11:30 ഇക്കൊക്കെ ഷോപ്പ് അടച്ച് വരുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ സംസാരിച്ചിരിക്കും ചെയ്യും, ഇതൊക്കെ ഇങ്ങനെ കഴിക്കും ചെയ്യും. എപ്പോൾ ബീച്ചിൽ പോവുകയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ പതിവ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട്, നൂഡിൽസ് അങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്നപ്പോഴത്തേന് തന്നെ നല്ല തണുപ്പായി. അപ്പോൾ ആ ഒരു ലൈറ്റ് കാണുന്നത് അതൊരു പാലസാണ് കേട്ടോ. ആദ്യം അത് ഹിൽട്ടൺ ആയിരുന്നു, ഇപ്പോൾ അത് വേറെ പേരൊക്കെ മാറ്റി ഇപ്പോൾ വേറെ ആളത് എടുത്തിട്ടുണ്ട്.
അപ്പോൾ ബീച്ചിലേക്കാണ് നല്ല വ്യൂ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ഗസ്റ്റുകളൊക്കെ അങ്ങനെ വരികയൊക്കെ ആണെങ്കിലൊക്കെ നമ്മൾ റാസൽ ഖൈമയിലൊക്കെ വലിയ വലിയ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഹിൽട്ടണിലൊക്കെയാണ് കേട്ടോ റൂം എടുത്ത് അങ്ങനെ താമസിക്കാറും. അപ്പോൾ ഈ കാണുന്നത് വാഷ്റൂമാണ്, 2 വാഷ്റൂമുണ്ട്. അപ്പോൾ ഇവിടെ ബീച്ചിൽ വന്നാൽ കുട്ടികളൊക്കെ കുളിക്കും, വലിയവരൊക്കെ കടലിൽ ഇറങ്ങി അങ്ങനെ കുളിക്കും. നമ്മളെ നാട്ടിലത്തെ പോലെ അത്ര തിര ഉണ്ടാവില്ല, പുഴ പോലെ കിടക്കൂട്ടോ ഇവിടുത്തെ കടൽ. അങ്ങനെ അതിൽ പോയി കുളിച്ചിട്ട് പിന്നെ ഒന്ന് നമ്മൾ അവിടെ ആ വാഷ്റൂമിൽ പോയിട്ടാണ് ഒന്ന് ഫ്രഷ് ആകാറൊക്കെ എല്ലാവരും. അങ്ങനെ കുറേ നേരം ഇന്ന് കളിച്ച് പിന്നെ ചെറുബേബിക്കും റിസംബോൾക്കൊക്കെ കളിച്ചിങ്ങനെ ഒരു മടുപ്പായി തുടങ്ങിയിട്ട് അവർ പിന്നെ ഇങ്ങനെ ഓരോ മണൽ വാരിയിട്ടിട്ടൊക്കെയുള്ള ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവർ അത് കളിക്കാൻ ലോറി അതുപോലെ കപ്പ് അങ്ങനെയുള്ള ഇതൊക്കെ മണൽ വാരി അവർക്ക് കളിക്കും. വീട്ടിൽ ഇവിടെ റൂമിലൊന്നും അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ മക്കൾ അവിടെ പോയിട്ട് അങ്ങനെ മണലിലൊക്കെ കളിച്ചോട്ടെ എന്നുള്ളതിലാണ് നമ്മൾ അങ്ങനെ അവർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ റൂമിൽ ഒരേ ഇരുത്തമല്ലേ, കെട്ടിയിട്ട പോലെയാണല്ലോ മക്കളൊക്കെ ഒരു ജീവിതം ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ. അപ്പം ഇങ്ങനെ പുറത്ത് പോകുമ്പോഴാണ് അവർക്കൊക്കെ നല്ല രസം ഉണ്ടാവുക. ഇപ്പോൾ ഇതാ ഇവരെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഓരോന്നുണ്ട്, കറി, പൊറോട്ട, ഫ്ലാസ്ക്, ചായ, പ്ലേറ്റ്, ഗ്ലാസ്, പത്തിരി, എല്ലാവരുടെ കയ്യിലും ഓരോന്നുണ്ട്. അപ്പോൾ ഇക്ക, ബുജൈർ, ബാപ്പു, ജാഫർ, ഹംസ ഇവർ 5 പേരുണ്ട്. 5 ആളും കൂടിയാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ നല്ലൊരു സ്ഥലമൊക്കെ ഞങ്ങൾ നേരത്തെ ഇരുന്നിടത്തുനിന്ന് പോയിട്ട് വേറൊരു കൂടാരം പോലുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ നല്ല സിമെൻ്റൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ ഇതുപോലെ എല്ലാവരും വന്ന് ചിക്കൻ ചുടലും അങ്ങനെ ഇരുന്ന് കഴിക്കണൊക്കെ ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മളവിടെ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ പായ ഷീറ്റൊക്കെ വിരിച്ച് എല്ലാവരും കൈയൊക്കെ കഴുകി വന്ന് അവിടെ ഇരുന്ന് പ്ലേറ്റൊക്കെ എടുത്ത് വെച്ച് ഇതാ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. പ്ലേറ്റൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാതും കറിയൊക്കെ അങ്ങനെ കുക്കറോടുക്കനെ തന്നെ കൊടുന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഇത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ, കറിയും പത്തിരി അങ്ങനെയൊക്കെ നമ്മൾ വരുമ്പോൾ തന്നെ കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകണ്ട, ബീച്ചിലൊക്കെ നല്ല കാറ്റും ഇതൊക്കെ അല്ലേ, അപ്പോൾ അത് തണുത്ത് പോകും, കറിയൊക്കെ തണുപ്പാകും, പിന്നെ നമ്മൾ കഴിക്കാനാകുമ്പോഴത്തേന് അങ്ങനെ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. പിന്നെ നമ്മൾ ഇതാ എല്ലാവരും ഇരുന്ന് കഴിക്കുക, നല്ല രസമുണ്ടോ മാഷാഅല്ലാ, എല്ലാവരും കൂടെയായിട്ട് നല്ല രസമായിരുന്നു. ഇനിയിപ്പോൾ നബീല നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളിത് എല്ലാവരും കൂടി ഒരു കൂടൽ വെച്ച് നബീല 25-ാം തീയതി നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ട്രീറ്റും കൂടി ആയിട്ടാണ് നമ്മളിത് എല്ലാവരും കൂടി അങ്ങനെ കൂടിയതാണ്. അപ്പോൾ ഇതാണ് നബീലാനും എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ അല്ലേ, ഇരിക്കണതാണ് കേട്ടോ നബീല. അപ്പോൾ അവൾ പോയാൽ ഇനിയിപ്പോൾ അവളെ ഒരുപാട് മിസ് ചെയ്യും. നമ്മൾക്ക് എങ്ങോട്ടും നമ്മൾ എല്ലായിടത്തേക്കും പോകാനും എല്ലാത്തിനും എല്ലാവരും കൂടിയാണ് പോകുക. അപ്പോൾ നബീല ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. ഇപ്പോൾ ഇതാ പൊറാട്ടയും ബീഫ് കറിയും പത്തിരിയും ഒക്കെ കഴിച്ച് നമുക്ക് ഇവിടെ വാഷ്റൂമും ഒക്കെ ഉള്ളതാണ്, കൈ കഴുകാനും എല്ലാത്തിനും നല്ലതാട്ടോ. നല്ല നമ്മൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇരുന്നിട്ടുള്ളത്. ഇപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ഇതാ എല്ലാവരും ഇതൊക്കെ ഓരോന്നൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ബീച്ചിൽ കുളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുളിക്കാനൊക്കെ ഉള്ള സെറ്റപ്പിലൊക്കെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരം വൈകിയ പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ കുളിക്കണില്ല എന്ന് പിന്നെ അവിടുന്ന് കുളിച്ചൊന്നുമില്ല. പിന്നെ എല്ലാവരും നേരെ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.